ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മത്തി കൊണ്ട് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. ഒന്ന് മത്തി ഫ്രൈയും ഒന്ന് മത്തി കൊണ്ടൊരു കറിയുമാണ് ചെയ്യാൻ പോകുന്നത്. കറി ചെയ്യാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ട് വെണ്ടയ്ക്കാണ് കട്ട് ചെയ്തത്, ഒരു സവാള കൊത്തിയരിഞ്ഞത്, മുരിങ്ങയ്ക്ക, ഒരു ചെറിയ മുരിങ്ങയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി നടുവെ പിളർന്നത്, ഇത് ഒരു കത്തിരിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇനി നമുക്ക് ആവശ്യം പുളിവെള്ളമാണ്. ഇതൊരു വലിയ ഉരുള പുളി പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് അതിനോടൊപ്പം ഒരു തക്കാളി ഞെരടി ചേർക്കണം. തക്കാളി ഇപ്പോൾ നല്ലപോലെ ഞാൻ ഞെരടി ചേർത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ഇതൊരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും സാദാ മുളക് പൊടിയും രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. ഇതിപ്പോൾ ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ 2-3 പച്ചമുളക് കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജീരകം 1 സ്പൂണ്, പെരുംജീരകം 1 സ്പൂൺ, രണ്ടും എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് പൊട്ടിക്കാം. അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് ചതച്ച വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇനി നന്നായി വെന്ത് ഉടയണം. അതുവരെ നമുക്കൊന്ന് വഴറ്റണം. നമ്മുടെ കത്തിരിക്കയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേകണമെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരപ്പ്, പുളിവെള്ളം ചേർത്ത അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഉപ്പ്, ഇതിനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നല്ല തിളച്ച ശേഷം മാത്രമേ നമ്മൾ മീനിട്ട് കൊടുക്കാവൂ. കറി ഇപ്പോൾ എന്തായെന്ന് നോക്കാം. നമുക്കിപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ വെണ്ടയ്ക്കയൊക്കെ നല്ല വെന്ത് ഉടയണം. കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. അതിനുശേഷം നമുക്ക് മീനിടാം. നമ്മുടെ പച്ചക്കറികളൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. എരിവും പുളിയും കൂടുതലായിട്ട് തോന്നിയാൽ മാത്രം ഒരു നുള്ള് പഞ്ചസാര ചേർക്കുക. ആവശ്യമെങ്കിൽ ചേർത്താൽ മാത്രം മതി. നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ മീൻ 2 കഷ്ണമായിട്ട് മുറിച്ചതാണ്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത ശേഷം നമ്മൾ പിന്നെ ചെറുതീയിൽ വേണം വേവിക്കാൻ. മീൻ വെന്തുടയാൻ പാടില്ല, അതുകൊണ്ട് ചെറുതീയിൽ വേവിക്കുക.
നമ്മുടെ മീൻ കറിയൊക്കെ ഇപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മീനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം മൂടി വെച്ചേക്കാം. ആ ചട്ടിയിലിരുന്ന് തന്നെ ബാക്കി വെന്തോളൂ. പച്ചക്കറി ചേർത്ത് നമ്മുടെ മത്തിക്കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. നല്ല എരിവും പുളിയും എല്ലാം ചേർത്ത് ഒരു ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമ്മൾ മത്തി ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ കാണാം. മീനെല്ലാം ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ മീനും ഞാൻ അകത്തെ മുള്ളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ മുള്ള് വലിച്ചൂരിക്കളയണം. ഇനി നമുക്കതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും. ഇനി ഒരു ലെമൺ കുറച്ച് പിഴിഞ്ഞൊഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഉള്ളിൽ പുരളുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് അരമണിക്കൂർ വെച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മത്തി ഫ്രൈ ചെയ്യാനായിട്ട് ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മത്തിയെല്ലാം ഇട്ട് കൊടുക്കാം. പകുതി വേവിച്ചാൽ മതി, നല്ല മുരിഞ്ഞൊന്നും എടുക്കേണ്ട. നമ്മൾ വീണ്ടും അതിനെ ഒന്ന് എണ്ണയിലിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അധികം വേവിക്കേണ്ടെന്ന് പറഞ്ഞത്. ഇനി മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മത്തിയെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ജീരകവും പെരുംജീരകം രണ്ടും കൂടെ ചേർത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. ജീരകം എല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ചതച്ച വെളുത്തുള്ളിയാണിത്. കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തേക്കണം. ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ചതച്ച കുരുമുളകാണിത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് സവാള, ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും. സവാള നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ മീനിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. സവാളയെല്ലാം ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, നമ്മൾ നേരത്തെ മീനിൽ അത് ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ട് കൊടുക്കാം. വളരെ പതുക്കെ ഇളക്കി കൊടുക്കണം. കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനിന് നല്ല മണമൊക്കെ വരും. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കുരുമുളക് ചതച്ചിട്ട മത്തി ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ 2 റെസിപ്പീസും ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.